വള്ളുവക്കോനാതിരിയെ അരിയിട്ട് വാഴിക്കാൻ അധികാരമുണ്ടായിരുന്ന ഏലംകുളം മനയ്ക്കൽ നിന്നാണ് EMS ഇറങ്ങി വന്നത്. കൊല്ലം തോറും 10,000-കണക്കിന് പറ പാട്ടം കിട്ടുന്ന ജന്മിക്കോട്ടയിലെ 4-ാം തമ്പുരാൻ. ജന്മിത്തത്തെ അവസാനിപ്പിച്ച് പണിയെടുക്കുന്നവന്റെ പക്ഷത്താണ് താൻ എന്ന് EMS വ്യക്തമാക്കി. EMS ആദ്യമായി ജയിലിൽ പോയി 3 ആണ്ട് കഴിഞ്ഞാണ് MTയുടെ പിറവി. അപ്പോഴേക്കും കോഴിക്കോട്ടെ പോലീസ് സ്റ്റേഷനുകളും ജയിലും പരിചിതനായി കഴിഞ്ഞ EMS ആരാധ്യനായി മാറിയിരുന്നു. വില്ലുവണ്ടിയിലും മനയ്ക്കലും ഇരുന്ന് EMS വായിച്ചതത്രയും കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം. അത് അദ്ദേഹം ഉൾക്കൊണ്ടപ്പോൾ നെടുങ്കോട്ടകൾ കിടുങ്ങി വിറച്ചു. ഒരു മുറുക്കയൻ ഷർട്ട്, പലപ്പോഴും ഒറ്റ ബനിയൻ, ഒറ്റ മുണ്ട്. ഏലംകുളത്തെ കൊട്ടാരത്തേക്കാൾ തനിക്ക് പ്രിയം വിയർക്കുന്നവന്റെ ചാളകളും കൊച്ചു ഫ്ലാറ്റുകളുമാണ് എന്ന് അദ്ദേഹം ജീവിച്ചു കാണിച്ചു. 1930 നിസ്സഹകരണം, അറസ്റ്റ്. കയ്യിൽ അന്നോളം ധരിച്ച സ്വർണ്ണച്ചങ്ങലയുള്ള റിസ്റ്റ് വാച്ച് EMS ICP നമ്പൂതിരിക്ക് ഊരിക്കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇതിനി ഉണ്ണി നമ്പൂതിരിയുടെ അച്ചടി മുടങ്ങാതിരിക്കാൻ. തന്റെ കുടുംബത്തിന്റെ നഷ്ടം നോക്കിയല്ല EMS ഭൂപരിഷ്കരണം നടപ്പാക്കിയത്. അസീസായും ദിവാകരനായും സുരേന്ദ്രനായും ഒക്കെയുള്ള അണ്ടർഗ്രൗണ്ട് ജീവിതത്തിൽ കണ്ട പരിമിതികളിലേക്ക് അദ്ദേഹം സ്വയം ഇറങ്ങി നിന്നു. മുഖ്യമന്ത്രിയായിരിക്കെ മകൾക്ക് സാരി വാങ്ങാൻ കടം ചോദിച്ച കഥ ചരിത്രം. തന്റെ സ്വത്തത്രയും പാർട്ടിക്ക് കൈമാറിയ EMS ഇനി പൊതുസ്വത്തായി എന്ന് അദ്ദേഹം മരിച്ചപ്പോൾ VS അച്യുതാനന്ദൻ പറഞ്ഞു. ഉടുപ്പിലും നടപ്പിലും മാത്രമല്ല, എഴുതാൻ ഉപയോഗിച്ച പേനയിലും എഴുതുന്ന വാക്കിലും ആ ലാളിത്യം EMS നിലനിർത്തി. ഏലംകുളം മനയ്ക്കൽ പൂജയ്ക്ക് പോയ കഥ അക്കിത്തം എഴുതിയിട്ടുണ്ട്. പിന്നീട് യാഗം കഴിച്ചിട്ട് കാര്യമുണ്ടോ എന്ന ചോദ്യത്തിന് EMS പറഞ്ഞത് ഉണ്ടെന്ന് അക്കിത്തമൊക്കെ പറയുന്നുണ്ട് എന്നാണ്. താലിയും മോതിരവും നൽകി EMS തന്നെ തന്റെ മകന്റെ കല്യാണം നടത്തിക്കണമെന്ന് PR കുറുപ്പ് ആവശ്യപ്പെട്ടപ്പോൾ ഷർട്ടൂരി ഗുരുവായൂർ അമ്പലത്തിൽ കടക്കാൻ EMSന് പ്രത്യയശാസ്ത്രം തടസ്സമായില്ല. ഡൽഹിയിലായാലും തിരുവനന്തപുരത്തായാലും പരപ്പനങ്ങാടിയായാലും EMS എല്ലാവർക്കും സമീപിക്കാവുന്ന നേതാവായിരുന്നു. ജീവൽ സാഹിത്യ ലേഖനങ്ങളിലൂടെ MTയും EMSലെത്തി, വിയോജിച്ചു, സ്നേഹിച്ചു. അക്കിത്തവും EMSുമായുള്ള ബന്ധത്തിലൂടെ വ്യക്തിബന്ധം വളർന്നു. ചെറുകാടിന്റെ മണ്ണിന്റെ മാറിൽ സിനിമയാക്കിയപ്പോൾ MT തിരക്കഥ എഴുതട്ടെ എന്ന് നിർദ്ദേശിച്ചത് EMS ആണ്. സോവിയറ്റ് യൂണിയൻ പിറന്ന് ഒരു തലമുറക്കാലം കഴിഞ്ഞപ്പോഴേക്കും അതിന്റെ ശൈഥില്യം വില്യം റീഹ് തിരിച്ചറിഞ്ഞത് MT പ്രസംഗത്തിൽ ഓർമ്മിപ്പിക്കുന്നുണ്ട്. 4.5 പതിറ്റാണ്ട് കഴിഞ്ഞ് ലോകമെമ്പാടും സോഷ്യലിസ്റ്റ് ബ്ലോക്കുകൾ ചിതറിപ്പറന്നപ്പോൾ കേരളത്തിൽ അത് പിടിച്ചു നിന്നത് കഷ്ടപ്പെടുന്നവനൊപ്പം നിൽക്കാൻ ഇഷ്ടപ്പെട്ട EMSനെ പോലുള്ളവർ ഉണ്ടായതിനാലാണ്. EMS തൊഴിലാളി വർഗത്തിന്റെ ദത്തുപുത്രൻ എന്നറിയപ്പെട്ടു. മുതലാളിത്തത്തിന്റെ ദത്തുപുത്രനാകരുത് എന്ന മുന്നറിയിപ്പ് നൽകുകയാണ് ഇപ്പോൾ MT വാസുദേവൻ നായർ. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.